ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. ഐശ്വര്യ രാധാലക്ഷ്മി? ഞാനൊരു തിയേറ്റർ പേഴ്സണാണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഞാൻ പഠിച്ച ഫിലിമാണ്, ഡയറക്ഷനാണ്. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ സിനിമ പഠിച്ച ഒരാളാണ്. എൻ്റെ അടുക്കൽ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പം അത്യാവശ്യം ഹൈ പ്രൊഫൈലുള്ള കുറെ ആൾക്കാർ എൻ്റെ അടുക്ക് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവരെന്റെ ബ്രെയിനിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാനൊരു വലിയ സംഭവം അല്ലേ. ഇപ്പൊ മലയാളി സമൂഹത്തിനുള്ള ഐശ്വര്യ രാധാലക്ഷ്മിയുടെ സ്ഥാനം എന്താണെന്ന് അറിയോ? ആക്ടിവിസ്റ്റ്, ഫെമിനിറ്റി ആൻഡ് ക്രൂരയായ സ്ത്രീ. I don't know. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഇല്ല, പേടിപ്പിക്കുന്നില്ല. ഞാൻ പേടിക്കുന്നില്ല. ഞാൻ ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ബാധിക്കപ്പെടുന്ന സ്ത്രീകൾക്കെല്ലാം വേണ്ടി ഐശ്വര്യ ശബ്ദം ഉയർത്തുമോ? ബാധിക്കപ്പെടുന്ന പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും മനുഷ്യന്മാർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക എന്നുള്ളത് നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എന്റെ ശരീരം എനിക്കറിയാം. താങ്കളുടെ മകളെ പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാനൊരു സ്ത്രീയുടെ കൂടി ഇരിക്കുമ്പോൾ അവർ പറയുകയാണ് അയ്യോ എനിക്ക് നടുവിന് വേദന എടുക്കുന്നു പറയുന്നു. അവരോട് ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ എന്താ ഡെലിവറിക്ക് ശേഷമാണോ, അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയമാണോ, അല്ലെങ്കിൽ ഇപ്പൊ എന്താണ്, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സ്ട്രഗിൾ ഉണ്ടോ, അല്ലെങ്കിൽ നീ ട്രാവൽ ചെയ്തോ, ഇത്രയും കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. സ്ത്രീയാവണ്ട, പുരുഷനൊന്നും പേടിക്കുന്നൊന്നുമില്ല. പേര് ദോഷോ അങ്ങനെ ഒരു സാധനം ഇല്ല. പേര് മാത്രമേ ഉള്ളൂ, ദോഷമില്ല. എല്ലാരും ദീപകല്ലല്ലോ. അല്ല, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല, എന്റെ തന്ത. ഞാൻ മറ്റേ ചേട്ടന്മാർ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. മറ്റേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പത്രം ഫ്രണ്ടിൽ വെച്ചിട്ട് ജട്ടിയിടാണ്. ഡെയിലി ഇതാണോ? ഡെയിലി ഞാൻ ഒരേ പത്രം വായിച്ചോണ്ടിരിക്കും, ഒരേ പൊസിഷൻ. എല്ലാ ദിവസവും നോക്കുന്നത് ഞങ്ങൾ നോക്കുന്നല്ലോ. ഞാൻ നോക്കില്ല, ഞാൻ ഒറ്റ പ്രാവശ്യം ഉണ്ട്. പക്ഷെ എന്റെ കൂട്ടുകാർക്ക് ഭയങ്കര രസമാണ്. കല്ല് വലിച്ചെറിയാം, മറ്റോമാരെ വിളിച്ചോണ്ട് പോവാ, കല്ല് വലിച്ചെറിഞ്ഞിട്ട് മറ്റേ അവന് പണി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയാണ്. പക്ഷെ ഈ തമാശയാണെന്ന് ആളുകൾ പറയുന്നത്. എല്ലാരും ഭയങ്കര അതായത് നെഗറ്റീവായിട്ട് കാണുന്ന ഒരു ചാനലാണ് ചെകുത്താൻ എന്ന് പറയുന്ന സ്പേസ്. അപ്പൊ അയാൾ പറഞ്ഞൊരു കാര്യമാണ്, എന്താ എന്റെ ഉദ്ദേശം, ഒരു സ്ത്രീക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് പ്രഗ്നൻസി. അതായത് അവിഹിതത്തിൽ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നു. അവിഹിതത്തിനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എനിക്ക് അവിഹിതത്തിന്റെ അവിഹിതം, ഞാൻ അവിഹിതമാണല്ലോ, എനിക്കുണ്ടായത് അവിഹിതമായ കുട്ടിയാണല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അത് പറഞ്ഞപ്പോ താങ്കളോട് ചൂടായി. ഞാൻ ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഇത് അവിഹിതമായിരുന്നോ? ഒരു അവിഹിതമായിരുന്നോ? എനിക്ക് ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല, സംസാരിക്കാനും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം. കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഇത് ഞാനിപ്പോ അതിനെ അങ്ങനെ അഡ്രസ് ചെയ്യുന്നു. ഇനി പ്രശ്നമില്ല. എനിക്ക് ഞാൻ ചൂടായത് എനിക്ക് അതാണ് എനിക്ക് അറിയത്തില്ലല്ലോ. അവിഹിതം എന്താണ്, വ്യഭിചാരം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് കരുതുന്നത്. അവിഹിതമെങ്കിൽ അവിഹിതം, വ്യഭിചാരമെങ്കിൽ വ്യഭിചാരം. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവളെ തറവാട്ടുകാരി ആയിട്ട് വേണം. ഐശ്വര്യ രാധാലക്ഷ്മി ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആലുവ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നു, ഞാൻ ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ ഇന്റർവ്യൂവിന് പോയി, അവിടെ വെച്ച് രോഹിത് എന്ന് പറയുന്ന ഒരാൾ എന്നോട് മോശമായി പെരുമാറി. വിത്തിൻ 2 മണിക്കൂറിനുള്ളിൽ FIR വീഴുവേണ്ട പേര് തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. മേഘസാക്ഷി എനിവേ, താങ്കൾ പക്ഷേ ഈ സാക്ഷികളുടെ പേരൊന്നും വെക്കില്ല. കാരണം സാക്ഷികളുടെ പേര് വെച്ചാൽ അവര് സത്യം ചിലപ്പോൾ പറഞ്ഞാലോ. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ചിലപ്പോ ഞാൻ അത് മനഃപൂർവ്വം ചെയ്താലോ, അത്രയും കുരുട്ടാണല്ലോ. നിവിൻ പോളിക്കെതിരെ കേസ് കൊടുത്ത ആളെ അറിയോ? നിവിൻ പോളിക്കെതിരെ അല്ല, എനിക്ക് പേഴ്സണലി അറിയില്ല. വേടനെതിരെ കേസ് കൊടുത്ത ആളെ അറിയോ? ആ സ്പേസുകൾ അറിയാം. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസ് കൊടുത്ത 3 പേരെ അറിയോ? 3 പേരെ അറിയില്ല. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അറിയില്ലല്ലോ. 3 പേരെ അറിയില്ല. 3 പേരെ അറിയില്ല. അറിയില്ലല്ലോ. അറിയാവുന്നവരുണ്ട്. അറിയാവുന്നവരുണ്ടല്ലോ. 3 പേരെ അറിയില്ലല്ലോ. അപ്പൊ അത്രയും പ്രശ്നം സ്ത്രീക്ക് ഇല്ലെന്നേ. പുരുഷൻ അവിടെ പിടിപ്പിക്കപ്പെടുന്നേ. 100% ഞാൻ യോജിക്കുന്നു. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.